അൻഷാദ് എന്ന അജീഷ് ജർമിയ തരികിടപ്പാച്ചറിൻ്റെ തരികിടകൾ. എന്നോട് പറഞ്ഞു ദൈവാത്മാവ് സിസ്റ്ററിനോട് ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെന്നും, അതുകൊണ്ട് ഫോൺ നമ്പർ തരാൻ പറഞ്ഞു. എന്റെ പൊട്ടത്തരത്തിന് ഞാൻ ഫോൺ നമ്പർ കൊടുത്തു. അത് ഇയാൾ എന്നെ വിളിച്ചു. പിറ്റേ ദിവസം വിളിച്ചു, ഇങ്ങനെ ഗോവയിൽ വെച്ച് എന്താ സംഭവം. ഞാൻ ഗോവയിൽ പോയിട്ട് പോലുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഇയാൾ എന്നോട് കോളേജിൽ നിന്നൊക്കെ ടൂർ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ടൂർ പോയിട്ടുണ്ടെന്ന്. അപ്പൊ അവിടെ വെച്ച് ആരെങ്കിലും ആയിട്ടല്ലോ സംഭവിച്ചു. അപ്പൊ എനിക്ക് റൂട്ട് മാറണം മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു മാസ്റ്റർ, എനിക്ക് ഇല്ലീഗലായിട്ടോ റിലേഷൻഷിപ്പും ഇല്ല, അങ്ങനത്തെ ഒന്നും എന്റെ ലൈഫിൽ സംഭവിച്ചില്ല. അപ്പൊ പുള്ളി പറയും, ഒരു ആണിന്റെ കൈ ഷോൾഡറിൽ ഇരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു എന്ന് ഇങ്ങേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ ദേഹത്ത് ആരുടെയും കൈ ഇരിപ്പില്ല. അങ്ങനെ കൈ ഇരിക്കണ്ടെങ്കിൽ അത് എന്റെ സ്വന്തക്കാരുടെയോ അല്ലെങ്കിൽ എന്റെ മരിച്ച ഹസ്ബൻഡിന്റെയോ എന്റെ മരിച്ച അപ്പന്റെ ആരെങ്കിലും ആയിരിക്കുന്നു. അപ്പൊ ഇയാൾ എന്നോട് പറയണേ, നിങ്ങൾക്ക് അന്യഭാഷ ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ, നിങ്ങൾക്ക് അന്യഭാഷ കിട്ടണമെങ്കിൽ ദൈവാത്മാവ് പറഞ്ഞാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ഏറ്റു പറഞ്ഞാലാണ് എനിക്ക് അന്യഭാഷ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അൻഷാദ് എന്ന ഒരു കാക്ക അജീഷ് ജർമിയ എന്ന വ്യാജപ്പേരിൽ കൊച്ചിയിൽ പ്ലാച്ചർ പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞ് ഹോളി സ്പിരിറ്റ് റിവൈവൽ മിനിസ്ട്രീസ് എന്ന് പറഞ്ഞ് ചൂഷണം നടത്തുന്നതായി വിവരം. സ്ത്രീകളെ വളച്ചുകൊണ്ടുപോയി സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ ചൂഷണം ചെയ്യുക എന്നതാണ് ഇയാളുടെ രീതി. എറണാകുളം വൈറ്റിലയിൽ ബ്രോഡ്ബെയിൻ ബാർ ഹോട്ടലിലാണ് ഇവൻ്റെ പൈശാചിക കൂട്ടായ്മ. അന്യഭാഷ പറയുവാൻ ബാറിൽ കയറി 2 ചെറുതടിക്കുവാൻ സൗകര്യത്തിന് വേണ്ടിയാണ് ഇവൻ ബാർ ഹോട്ടലിൽ പരിപാടി വെക്കുന്നത്. ഇവൻ്റെ സഹായിയായ സനൽ സ്ത്രീകളോട് പറയുന്നത്, നമുക്ക് ഗോവയ്ക്ക് പോകാം, അന്യഭാഷാപരം സെറ്റ് ചെയ്തു തരാം എന്നാണ്. ഇവൻ്റെ ചൂഷണത്തിനിരയായ മുളന്തുരുത്തി സ്വദേശിയായ ബീന ജയൻ മുളന്തുരുത്തി പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഇയാൾക്കെതിരെ ഒരു പരാതി നൽകുകയുണ്ടായി. നിരവധി സ്ത്രീകളെയും കുട്ടികളെയും വിധവമാരെയും ഇയാൾ പലതരത്തിൽ ചൂഷണം ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ട്. ബീന ജയന്റെ വാക്കുകൾ കേൾക്കുക. എന്റെ പേര് ബീന എന്നാണ്. ഞാൻ മുളന്തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്. എനിക്കൊരു ഹൗസ് കീപ്പിംഗ് സർവീസസ് ഓൾ കേരള അത് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കൊരു ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നു, അത് ഞാൻ ക്ലോസ് ചെയ്തതാ മറ്റേ കോവിഡിന്റെ സമയത്ത്. എന്റെ ഹസ്ബൻഡ് മരിച്ചു 13 വർഷമായി. എനിക്കൊരു മോളാണുള്ളത്. ഇപ്പൊ 12th കഴിഞ്ഞു. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടാണ് അജീഷ് ജർമിയ എന്ന് പറയുന്ന വൈറ്റിലുള്ള ഒരു പാസ്റ്ററിനെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഞാൻ ഇങ്ങനെ തന്നെ ആവുമ്പോ നമുക്ക് പ്രയറിന് പോകണം, അങ്ങനെയൊക്കെ ഒരു ഇതിലേക്ക് മാറുമല്ലോ. അപ്പൊ ഞാൻ ചെന്നപ്പോ തുടങ്ങി ഇതിനെന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ പൈസ എന്റെ നിന്ന് വാങ്ങിച്ചെടുത്തിട്ടുണ്ട് ഈ പാസ്റ്റർ. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇപ്പൊ ചർച്ചില് ഒരു പെങ്കൊച്ചു വന്നുണ്ടായിരുന്നു, അതിന്റെ അപ്പനും അമ്മയും മരിച്ചു പോയതാ. അതിൻ്റെ ഇതുപോലെ പൈസയൊക്കെ ഇഷ്ടംപോലെ വാങ്ങിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവര് ജെറാൾഡ് എന്ന് പറഞ്ഞ ഒരു നീഗ്രോനെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ ചർച്ചില്. അപ്പൊ 5000 വേണം, 10000 രൂപ വേണം, 5000 രൂപ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുള്ളൂ, 10000 കൊടുക്കണം, അങ്ങനെയൊക്കെ ഒരു സിസ്റ്റം ഒക്കെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾ എല്ലാവരും ആകെ വിഷമിച്ച്. ഞങ്ങളുടെ അതിന് മാത്രം എടുക്കാനൊന്നുമില്ല, എന്നാലും അത്യാവശ്യമൊക്കെ ഞാൻ കൊടുക്കാം. ആ കൊച്ചിനോട് ഒരു ദിവസം ഒരു ഞായറാഴ്ച അതിന് പീരിയഡ്സ് ആയിട്ട് അതിന് വരാൻ പറ്റിയില്ല. അപ്പൊ അതിന് അപ്പനും ഇല്ല അമ്മയില്ല, ഇത് ഒറ്റയ്ക്ക് ഒരു വീട്ടുപണിക്ക് നിൽക്കണം. എന്നിട്ട് ആ കൊച്ചിനെ കൊണ്ടാണ് സൺഡേസിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഫുഡ് ഉണ്ടാക്കിച്ചുകൊണ്ട് വന്നുകൊണ്ടിരുന്നത്. അവളെ ദൈവം അതിന് നിയോഗിച്ചാന്ന് പറഞ്ഞാൽ അതൊക്കെ ചെയ്യിച്ചതാട്ടോ ആ കൊച്ചിനെ കൊണ്ട്. ഞാൻ നിഷ്പക്ഷമായിട്ടാട്ടോ സംസാരിക്കണേ. എന്നിട്ട് ഈ പുള്ളിനെ ഈ ജെറാൾഡ് വന്ന് പൈസയുടെ ഒക്കെ ഇതൊക്കെ തുടങ്ങിയപ്പോ ഇയാള് ഈ കൊച്ചിനോട് ഒരു ദിവസം ഒരു ഞായറാഴ്ച ഇത് വന്നില്ല. അപ്പൊ ഇയാൾ കല്യാണം കഴിക്കാത്തതുകൊണ്ട് ഇയാളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റാത്തതുകൊണ്ട് ഈ കൊച്ച് എനിക്ക് വരാൻ പറ്റില്ല എന്നിട്ടല്ല, പീരിയഡ്സ് അയാളോട് പറയാൻ പറ്റില്ലല്ലോ, അതിന് നടുവിനിച്ച് കംപ്ലൈന്റ് ഉള്ള വെച്ചാ. എന്നിട്ട് ഇയാൾ അന്ന് വൈകുന്നേരം മെസ്സേജ് ഇട്ടു, മോളെ നീ ഇനി മുതൽ ഈ ചർച്ചിൽ വരണ്ട എന്നും പറഞ്ഞ് മെസ്സേജ് ഇട്ടു. ഈ കൊച്ചു ഒത്തിരി വിളിച്ചു, പാസ്റ്റർ എന്തിനാ എന്നോട് അങ്ങനെ പറഞ്ഞു, ഞാനൊരു തെറ്റും ചെയ്തില്ല, അങ്ങനെ എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞു ഇതിന് ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്ത് എല്ലാവരോടും പറഞ്ഞ് ഇനി കോണ്ടാക്ട് ചെയ്തതെന്ന്. പക്ഷെ ഞാൻ മാത്രം ബ്ലോക്ക് ചെയ്തില്ല. ഞാൻ എനിക്കൊന്നും അറിയില്ല ആന്റി, ഞാനൊന്നും ചെയ്തിട്ടില്ല, സത്യ കാര്യങ്ങളും എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അന്നും ഇന്നും ഒക്കെ വെച്ചിട്ട് കോണ്ടാക്ട് ഉണ്ട്. അതൊന്ന്. പിന്നെ അവിടെയുള്ളൊരു ബിനീഷും റിജിന്നും പറഞ്ഞ 2 ഡോക്ടേഴ്സാണ് ഇയാളെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത്. ആ പുള്ളിക്കാരൻ എന്ത് പറഞ്ഞാലും ഇപ്പൊ എന്നെ ബ്ലോക്ക് ചെയ്യും, അങ്ങനത്തെ ഒരു സ്വഭാവം. അത് കഴിഞ്ഞിട്ട് സാമച്ചൻ പാസ്റ്റർ പുനലൂർ സാമച്ചൻ പാസ്റ്റർ ഇവിടെ വരുമെന്നും പറഞ്ഞ് പുള്ളി ഫ്ലെയർ അടിച്ച് റിവൈവ് എന്നും പറഞ്ഞൊരു പരിപാടി വെച്ചു. ആ പരിപാടിയുടെ സമയത്ത് സാമച്ചൻ പാസ്റ്ററിനെ ഞാൻ അല്ലാതെ കോണ്ടാക്ട് ചെയ്തപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു, 1 മാസം മുന്നേ ഞാൻ അജീഷ് ജർമിയയുടെ അടുത്ത് പറഞ്ഞ ഞാൻ ഇവിടെ വരണില്ല. പുള്ളി എന്നിട്ട് കള്ള ഫ്ലെയർ അടിച്ച് ആൾക്കാരെ മുഴുവൻ കൂട്ടി 350-400 രൂപ വെച്ച് വാങ്ങിച്ചു. എന്നിട്ട് സാമച്ചൻ പറഞ്ഞ പാസ്റ്റർ ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു വന്നില്ല എന്ന് പറഞ്ഞു. എന്റെ മകളാണ് അവിടെ രജിസ്ട്രേഷൻ ഇരുന്നത്. വന്നവര് മുഴുവൻ ചോദിച്ചു സാമച്ചൻ പാസ്റ്റർ എപ്പോ വരും. അങ്ങനെ അയാളൊരു ഫേക്ക് കാര്യം ചെയ്തു. അതിനിടയ്ക്ക് പള്ളിയിൽ അവിടെ വന്നവര് മുഴുവൻ പ്രൊഫസി പറയാണ്
എല്ലാവരും പാസ്റ്റേഴ്സും ആണ് പ്രൊഫസി പറയണം. ഞങ്ങൾ കുറച്ച് 2-3 പേരുള്ളൂ ഇതിനെക്കുറിച്ചൊരു നോളജ് ഇല്ലാത്തവർ, ആദ്യമായിട്ട് ചെന്നവര്. അപ്പൊ ഞാനൊക്കെ ചെന്ന് 3-ാമത്തെ ആഴ്ച തന്നെ സ്നാനപ്പെടണമെന്ന് പറഞ്ഞ് എന്നെയൊക്കെ പിടിച്ച് സ്നാനപ്പെടുത്തുകയും ചെയ്ത്. ബൈബിളൊന്നും പഠിപ്പിച്ചിട്ടില്ല, എനിക്ക് ബൈബിളിനെ കുറിച്ചൊന്നും അറിയത്തില്ല. ഞാൻ ജാക്കോബൈറ്റ് ബേസിസ് ആണ്. അങ്ങനെ ഇതായിട്ട് എനിക്ക് ആധികാരികമായിട്ട് അറിയില്ല. എന്നിട്ട് അവിടെ വന്നൊരു സനൽ എന്ന് പറയുന്ന പാസ്റ്ററാന്നും പറഞ്ഞ ഒരുത്തൻ എന്നോട് പറഞ്ഞു, ദൈവാത്മാവ് സിസ്റ്ററിനോട് ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് ഫോൺ നമ്പർ തരാൻ പറഞ്ഞു. എന്റെ പൊട്ടത്തരത്തിന് ഞാൻ ഫോൺ നമ്പർ കൊടുത്തു. അത് ഇയാൾ എന്നെ വിളിച്ചു. പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ സിസ്റ്ററെ ഇങ്ങനെ ഗോവയിൽ വെച്ച് എന്താ സംഭവം? ഞാൻ ഗോവയിൽ പോയിട്ട് പോലുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഇയാൾ എന്നോട് പറഞ്ഞു, കോളേജിൽ നിന്നൊക്കെ ടൂർ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ഇഷ്ടപ്പെട്ട ടൂർ പോയിട്ടുണ്ടെന്ന്. അപ്പൊ അവിടെ വെച്ച് ആരെങ്കിലും ആയിട്ടല്ലോ സംഭവിച്ചു. അപ്പൊ എനിക്ക് റൂട്ട് മാറണം മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു പാസ്റ്ററെ, എനിക്ക് ഇല്ലീഗലായിട്ടോ റിലേഷൻഷിപ്പും ഇല്ല, അങ്ങനത്തെ ഒന്നും എന്റെ ലൈഫിൽ സംഭവിച്ചില്ല. അപ്പൊ പുള്ളി പറയും, ഒരു ആണിന്റെ കൈ ഷോൾഡറിൽ ഇരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു എന്ന് ഇങ്ങേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ ദേഹത്ത് ആരുടെയും കൈ ഇരിപ്പില്ല. അങ്ങനെ കൈ ഇരിക്കണ്ടെങ്കിൽ അത് എന്റെ സ്വന്തക്കാരുടെയോ അല്ലെങ്കിൽ എന്റെ മരിച്ച ഹസ്ബൻഡിന്റെയോ എന്റെ മരിച്ച അപ്പന്റെ ആരെങ്കിലും ആയിരിക്കും. അപ്പൊ ഇയാൾ എന്നോട് പറയണേ, നിങ്ങൾക്ക് അന്യഭാഷ ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ, നിങ്ങൾക്ക് അന്യഭാഷ കിട്ടണമെങ്കിൽ ദൈവാത്മാവ് പറഞ്ഞാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ഏറ്റു പറഞ്ഞാലാണ് എനിക്ക് അന്യഭാഷ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് അന്യഭാഷ പറഞ്ഞ് ദൈവത്തിനോട് പറയേണ്ട ആവശ്യമില്ല. ഈ 19 വയസ്സ് വരെ ഞാൻ പറഞ്ഞ ഭാഷയിൽ ദൈവത്തിന് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് എന്റെ പിയാൾ പറഞ്ഞ്, ഞാൻ ആദ്യം കല്യാണം കഴിച്ച എന്റെ ഭാര്യ എന്നെ ഉപയോഗിച്ച് വേറൊരുത്തൻ്റെ കൂടെ പോയി. രണ്ടാമത് ഇപ്പൊ ഞങ്ങൾ കൂടെ താമസിക്കുന്നവളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളോട് ദൈവാത്മാവ് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെന്ന് പറഞ്ഞത് നിങ്ങൾ പറയുക, ഞാൻ അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോൾ എടുത്തത്. എനിക്ക് നിങ്ങൾ ആരുടെ കൂടെ പോകണമെന്നുള്ള കാര്യങ്ങൾ അല്ല. അജീഷ് പാസ്റ്റർ അവിടെ വെച്ച് പല പ്രാവശ്യവും ദൂത് പറഞ്ഞു, എന്റെ അഡ്രസ്സ് മാറുന്നു. അപ്പോഴൊക്കെ എന്റെ മനസ്സിൽ നിങ്ങളാ വന്നേ. ഞാൻ പറയുന്നത്, പിന്നെ പാസ്റ്ററെ, എന്റെ ഭർത്താവ് മരിച്ചിട്ട് 13 വർഷമായി, എനിക്കൊരു ജീവിതം വേണ്ടാന്ന് വെച്ചിട്ട് കൊച്ചിനെ നോക്കി ജീവിക്കണം, എന്നെ വെറുതെ വിട്ടേക്കെന്ന് പറഞ്ഞു. ആട്ടി ഞാൻ അയാളോട്, ഇനി നമ്മൾ തമ്മിൽ സംസാരിക്കണ്ട, ഇനി ദൈവാത്മാവ് പറഞ്ഞ കാര്യം എനിക്ക് കേൾക്കുകയും വേണ്ട. മേലിൽ എന്റെ ഫോണിലോട്ട് നിങ്ങൾ വിളിക്കരുത് നമ്മൾ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഇയാളെ തുരിതരേന്ന് വിളിച്ചപ്പോൾ ഇയാളെ ഞാൻ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ഇയാള് കോള് ബ്ലോക്ക് ചെയ്തപ്പോൾ വാട്സപ്പ് മെസ്സേജിൽ കോൾ എടുക്ക്, എനിക്ക് സംസാരിക്കാം. ഞാൻ അന്നേരം ഇതിനകത്തൊരു സീനിയർ പാസ്റ്റർ പോലെ ഒരാള് പുറത്തുനിന്ന് വന്നിട്ടുണ്ട്. ഞാൻ പിറ്റേ ദിവസം പുള്ളിക്കാരന്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഈ അജീഷിനെ നമ്മൾ അങ്ങോട്ട് വിളിച്ച് അങ്ങനെ ഫോൺ എടുക്കില്ല, ഇങ്ങോട്ട് പൈസക്ക് മാത്രം നമ്മളെ വിളിക്കുള്ളൂ ആള്. പിന്നെ സിസ്റ്റർ ഒരു 15 എന്റെ എല്ലാത്തിന്റെ സ്ക്രീൻഷോട്ടും ഉണ്ട് കേട്ടോ, പൈസ അയച്ചു കൊടുത്തതിന്റെ ഒക്കെ. ഞാൻ ഈ സണ്ണി പാസ്റ്റർ ചെന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ സനൽ എന്ന് പറഞ്ഞ ആളെന്നെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ, അയാൾ പാസ്റ്റർ എന്നല്ലേ നിങ്ങൾ പറഞ്ഞേ, അയാൾ ഭയങ്കര ദൈവപുരുഷനാണ്, അയാൾക്ക് ചുറ്റും മാലാഖ നിൽക്കണം എന്നൊക്കെയാണ് അജീഷ് അവിടെ ഹോളി പറയാറ്. അപ്പൊ അയാൾ അത്രയും വലിയൊരാളാന്ന് ഓർത്തിട്ടാണ് അയാൾക്ക് ഞാൻ നമ്പർ കൊടുത്തത്. അയാൾ വിളിച്ചപ്പോ സംസാരിച്ചു. അയാൾ എന്നോട് ഇങ്ങനെ വളരെ മോശം വൃത്തികളൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഈ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ എന്തോ ചെയ്യാനേ മോളെ, അജീഷിന്റെ ചർച്ചല്ലേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അജീഷ് പാസ്റ്റർ ഈ റിവൈവ് കഴിഞ്ഞപ്പോ ഒരു 35,000 രൂപ എന്നോട് ചോദിച്ചു. അപ്പൊ 35,000 ഞാൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അജീഷ് പാസ്റ്ററിനെ പറ്റി മോശം പലരോടും സംസാരിക്കണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അത് ഞാൻ പാസ്റ്റർ എടുത്തു വെച്ചു. പാസ്റ്ററെ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഒരുപാട് കാശ് ഞാൻ അങ്ങോട്ട് തന്നിട്ടുണ്ട്, 5,000 വരെയുള്ള ഒരൊറ്റ പൈസ പോലും ഞാൻ തിരിച്ചു ചോദിച്ചിട്ടില്ല. ഇത് ഈ 35,000 എനിക്ക് തിരിച്ചു തന്നെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി ആദ്യം എനിക്ക് കുറച്ച് പൈസ ഇട്ട് തന്നു. എന്നിട്ട് ഈ പുള്ളിക്കാരൻ എന്നെ ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ ഈ പൈസ ചോദിച്ചു കഴിഞ്ഞപ്പോ പുള്ളിക്കാരൻ അവിടെ വന്ന കുറച്ച് ആന്റിമാരോട് ഇതിനെ ശരിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മുടെ എവിഡൻസ് ഒന്നുമില്ല, വാമൊഴിയാണല്ലോ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇയാള് ബാംഗ്ലൂർ ഒരു പെങ്കൊച്ച്, ലക്ഷ്യയില് പഠിക്കുന്ന പെങ്കൊച്ച് ഇയാളുടെ സെയിം ഫ്ലാറ്റിന്റെ മുകളിൽ താമസിക്കുന്നുണ്ട്. ഈ പെങ്കൊച്ചിനെ അയാൾ ഇപ്പൊ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് അതിനെ പിടിച്ച് അതിന്റെ വീട്ടുകാരറിയാതെ സ്നാനപ്പെടുത്തി പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിപ്പുണ്ട്. ഈ പെങ്കൊച്ചിനെ കൊണ്ട് ഇയാൾ 4 ദിവസത്തേക്ക് ബാംഗ്ലൂർക്ക് പോയി പ്രയർ എന്നും പറഞ്ഞ്. അവിടെ നിന്ന് ഇവര് തമ്മിലുള്ള ഫോട്ടോ എന്റെ വേറൊരു ഫ്രണ്ടിന്, ഗ്രൂപ്പിലുള്ള വേറൊരു ഫ്രണ്ടിന് ആരാണ്ട് അയച്ചു കൊടുത്തത്, ഇത് കണ്ടോടി, ഇതാണ് ഇയാളുടെ സ്വഭാവം എന്നും പറഞ്ഞ് അയച്ചെന്ന്. ആ ഫോട്ടോ ഞാൻ ഈ സണ്ണി പാസ്റ്റർക്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എന്നെ പറ്റി മോശം പറയാനായിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല, ചെയ്യുന്നത് പാസ്റ്റർ കണ്ടോ, ഈ കൊച്ചിനെ കൊണ്ട് ആരും അറിയാതെ പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അത് വലിയ ഇഷ്യൂ ആയി. ഇഷ്യൂ എന്ന് വെച്ചാൽ അയാളെ ഞാൻ ചോദ്യം ചെയ്തെന്നായി. അപ്പൊ അജീഷ് എന്നെ വിളിച്ചു. അജീഷ് വിളിച്ചു കഴിഞ്ഞപ്പോ അജീഷ് പാസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്റർ അല്ലേ പറഞ്ഞു, ഈ സനലും ഒക്കെ ഭയങ്കര ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്, അടുത്ത ഇതാന്നൊക്കെ പറഞ്ഞത്. അയാളൊക്കെ തലയിൽ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവരൊരു നെഗറ്റീവ് എനർജിയാണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെന്ന് ചോദിച്ചു. അപ്പത്തേക്ക് അജീഷ് പാസ്റ്ററിന്റെ വീൻ എന്നെ ചോദ്യം ചെയ്യരുത്, പാസ്റ്ററിനെ ചോദ്യം ചെയ്യാനുള്ള ഇതില്ല, ഇനി ചർച്ചിൽ വരണമെന്ന് എനിക്ക് നിർബന്ധമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, ചർച്ചിൽ വരണ്ടെന്ന് പാസ്റ്റർ പറഞ്ഞു.
ഇല്ല. പക്ഷെ എന്നോട് വ്യക്തമായിട്ട് കാര്യം പറഞ്ഞിട്ട് ഞാൻ പോളൂ എന്ന് പറഞ്ഞു. ഇയാൾ എന്നെ ഏതെന്ന് വെച്ചാൽ എന്നെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തു, എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തു. ഇവനോട് ഒട്ടി നിൽക്കുന്ന കുറച്ച് പേരില്ലേ, അവരും എന്നെ ബ്ലോക്ക് ചെയ്തു. ശരി, ഫൈൻ, ഇട്ടു. പക്ഷെ സണ്ണി പാസ്റ്റർ വന്നപ്പോ എന്നെ ഇത് ചെയ്തിട്ടില്ല കേട്ടോ. എന്നിട്ട് കഴിഞ്ഞ ദിവസം വേറെ ഒരു ബാംഗ്ലൂരിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്ന ഒരു പെൺകൊച്ചുണ്ട്, നമ്മുടെ എറണാകുളം IT-യുടെ അവിടെ, എറണാകുളം ഇൻഫോ പാർക്കില്. അവളുടെ ഫോണിലോട്ട് ഇയാള് എന്നെ പറ്റി വളരെ മോശം മെസ്സേജ് ഇട്ടാണ്. കാരണം ഞാനും കൂട്ടാന്നറിയാം. എന്തിനാ ബീനയുടെ കൂടെ പുറത്തു പോയത്, അവര് ചീത്ത സ്ത്രീയാണ്, അവര് 2 കല്യാണം കഴിച്ചതാണ്, അവര് ഇപ്പൊ വേറൊരു ഒരാളുമായിട്ട് ഇല്ലീഗൽ റിലേഷൻഷിപ്പിൽ ജീവിക്കുവാണ്, അവൻ മുസ്ലിമാണ്, മറ്റതാണ് മറിച്ചതാണ്, അവള് ക്രിസ്ത്യാനികൾക്ക് ചേരാത്ത വിധത്തില് ജീവിക്കണം, അങ്ങനെ ഇങ്ങനെയെന്ന്. ഈ കഴിഞ്ഞ ആഴ്ച വരെ അയാൾക്ക് എന്നെ പറ്റി ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ ഈ പൈസയും ഞാൻ തിരിച്ചു ചോദിച്ചു. ഇത് ചോദ്യം ചെയ്തപ്പോഴത്തേക്കും എന്നെ പറ്റി അയാൾ എല്ലാവർക്കും ഇങ്ങനെ മോശം മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കും. ആ കൊച്ചെനിക്ക് അതെല്ലാം സ്ക്രീൻഷോട്ടും അയച്ചു തന്നിട്ടുണ്ട്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ബീനയ്ക്ക് ഇത്രയും ജീവിത അനുഭവങ്ങളുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, പ്രായമുണ്ട്. ഇവനൊക്കെ വാല് പൊക്കുമ്പോഴേ എന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള പ്രാപ്തി നമുക്കില്ലയോ? ഇവനൊക്കെ ആഭാസനാണെന്നും ഇവന്റെ ഒന്നും പൈശാചിക കേന്ദ്രമാണെന്നും മനസ്സിലാക്കാനുള്ള പക്വതയും പ്രായമൊന്നും നമുക്കായില്ലേ? അല്ല, ഇവരവിടെ വരുമ്പോ യൂബർട്ടേഞ്ചിൽ കൊടുത്തുവിട്ട ഓയിലാന്ന് പറഞ്ഞ് ഞങ്ങളുടെ തലയിൽ കൈവയ്ക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവനൊക്കെ ഈ പറയുന്ന ഇവന്റെ വ്യഭിചാരത്തിനും ഇതുപോലെ പെണ്ണുങ്ങളെ വളയ്ക്കാനും കുടുംബം കലക്കാനും ഇവന് പൈസ തട്ടാനുമുള്ള പണി പുള്ളിയുടെ ചർച്ചിൽ വരുന്ന മുഴുവനും വിഡോസും ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളാണ് പുള്ളി ടാർഗറ്റ് ചെയ്യണത്. ഞങ്ങളിപ്പോ അതിനെ കുറിച്ച് ഇപ്പോഴാണ് നമുക്കിത് മനസ്സിലാവണം. നമ്മള് നമുക്കുണ്ടായ ദുരനുഭവം വെച്ച് നമുക്കുണ്ടായ സാമ്പത്തിക നഷ്ടം, നമ്മളെ ഇതേപോലെ ഡിഫൈം ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള മെസ്സേജുകൾ അയക്കല്, ഇത് കൃത്യമായിട്ടുള്ള തെളിവ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഉണ്ട്. ഇത് വെച്ചുകൊണ്ട് ഒരു പോലീസ് കംപ്ലൈന്റ് ഫയൽ ചെയ്യാത്ത എന്ത്? ഇന്നലെയാണ് ഇതെല്ലാം കിട്ടിയ. അപ്പൊ എനിക്കിത് എന്ത് ലീഗലി മൂവ് ചെയ്യണോ അതോ ലീഗലി ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ അനുഭവം ഇപ്പം പ്രകാരം ഇത്തരത്തിലുള്ള ദുരനുഭവം ഇവന്റെ കയ്യിലുണ്ട്, ഇവൻ കള്ളനാണ് എന്ന് മനസ്സിലായ സ്ഥിതിക്ക് നിങ്ങൾ ചെയ്യേണ്ട എന്താ, നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ പോലീസ് കംപ്ലൈന്റ് കൊടുക്കുക. ഇത്തരത്തിൽ നിങ്ങൾ ഇതല്ലെന്നുണ്ടെങ്കിൽ ഇവൻ വീണ്ടും ഇത്തരത്തിലുള്ള നിങ്ങൾക്കെതിരെയുള്ള ഈ പണി തുടർന്നുകൊണ്ടിരിക്കും. അല്ല, വിചാരിക്കണ എന്നാന്നറിയോ, ഇവൻ എന്നെ റിമൂവ് ചെയ്ത് ഗ്രൂപ്പിൽ എല്ലാരും. അല്ല, ഇവന്റെ ഈ വൃത്തിയുടെ സ്ഥലത്തിലേക്ക് പോകണമെന്ന് നമുക്ക് എന്താ ഇത്ര ഇവൻ ഇത്ര ആഭാസനാണെന്നും സത്യപടി തെറ്റിയാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് പിന്നെ ഇവന്റെ പുറകെ ഇവന്റെ ഗ്രൂപ്പിലും കയറണമെന്ന് എന്തോ ആഗ്രഹം? അല്ല, ഗ്രൂപ്പിൽ കയറണല്ലേ ചേട്ടാ. ഞങ്ങൾ അവിടുന്ന് കുറെ പേര് എന്നെ ലെഫ്റ്റ് ചെയ്തു, കുറെ പേര് അവിടുന്ന് ലെഫ്റ്റ് ചെയ്തു ഈ പ്രശ്നങ്ങൾ അറിഞ്ഞ്. ഇപ്പൊ അല്ല, ആ ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ഇതുപോലെ നിങ്ങളെ കുറിച്ച് മോശം പറഞ്ഞു, അപവാദം പറഞ്ഞു, മെസ്സേജ് അയച്ചു എന്ന് നിങ്ങളുടെ തെളിവുണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിച്ച് ആ വീഡിയോ എടുത്ത് നിങ്ങളെ ഗ്രൂപ്പിലിടാൻ പറ്റാത്ത എന്ത്? ഇത് കേക്ക്, ഞാൻ ഇന്നലെ രാത്രിയാണ് ഇതെല്ലാം എന്റെ എവിഡൻസ് ഇട്ടാണ്. ഞാൻ ഒന്നില്ലെങ്കിൽ ഇവൻ ആദ്യം ആർട്ടിക് ബാറിന്റെ ആണ് ഇവന്റെ പ്രയർ മീറ്റിംഗ് വെച്ചിരുന്നത്. ആർട്ടിക് ബാറിൽ എന്തോ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ പുള്ളി ബ്രോഡ്ബീൻ ഹോട്ടലിൽ ബാറില്ലേ, എവിടെ, വൈറ്റിലെ ബ്രോഡ്ബീൻ ആർട്ടിക് ബാറ്, വൈറ്റിലെ ബാറിന്റെ മുകളിലായിരുന്നു ആദ്യം. അവിടെ നിന്ന് എന്ത് ഇഷ്യൂ ഉണ്ടായിട്ട് ഇപ്പൊ ബ്രോഡ്ബീൻ ബാറിന്റെ മുകളിലാണ് ഇത്. പുള്ളി ഏത് ബാറിന്റെ മുകളിലാണ് പ്രയർ വെക്കണമെന്ന്. പിന്നെ പള്ളിക്കരയില് പുള്ളിക്കൊരു ചർച്ച്, ഇതൊക്കെ ഞാൻ ഇന്നലെ. ഇവന്റെ ഈ ചർച്ച എന്ന് പറയുന്ന ഇവന്റെ ഈ പൈശാചിക പ്രസ്ഥാനത്തിന്റെ പേരെന്താ? ഹോളി സ്പിരിറ്റ് റിവൈവൽ ചർച്ച്. ഇവന് ഏതെങ്കിലും പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളുമായിട്ട് അഫിലിയേഷൻ ഉണ്ടോ, അതോ സ്വതന്ത്ര പ്രസ്ഥാനമാണോ? ചർച്ച എന്നാ പറയുന്നത്. ഇവൻ എവിടുത്തുകാരനാ? ഇവന്റെ പേരെന്താ? ഇവൻ കൊല്ലംകാരനാണ്. ഇവൻ അൻഷാദ് എന്ന് പറഞ്ഞ മുസ്ലിമാണ്. അൻഷാദ് എന്നാണ് ഇവന്റെ ഒറിജിൻ നെയിം. അവിടുന്ന് അവന് ഈ അജീഷ് ജർമിയുടെ പേര് അൻഷാദ് എന്നാണ്. ഇയാള് കോളേജിൽ പഠിക്കുമ്പോ അവിടെ കേസിൽ പെട്ട് എന്തോ മർഡർ കേസ് എന്തോ ഉണ്ടായിട്ട് പുള്ളി ഒളിവില് വന്ന് എറണാകുളത്ത് താമസിച്ചപ്പോ ആരാണ്ട് ആ വീട്ടിൽ താമസിച്ചവര് ഇയാളെ പ്രയറിനുണ്ട്. അങ്ങനെയാണ് ഇയാള് പ്രയർ എന്താന്ന് അറിയണതും പ്രയറിലേക്ക് വന്നതും. ഇവനോർത്ത് മറ്റേ ഇവന്റെ കച്ചവടത്തിനേക്കാളും തട്ടിപ്പിനേക്കാളും ഇതാന്ന് മനസ്സിലാക്കി. ഇതാകുമ്പോ പെണ്ണ് പിടിക്കാൻ പണം തട്ടാം, ആരും സംശയിക്കത്തില്ല, എല്ലാം ദൈവനാമത്തിൽ. അതെ, ഞാൻ ആദ്യമായിട്ട് എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു പ്രയർ ഗ്രൂപ്പിൽ ആദ്യമായിട്ടല്ല, ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ടില്ല, എനിക്ക് ഇതിനെ കുറിച്ച് അറിയത്തുമില്ല. എന്റെ നമ്മൾ യാക്കോബായ സഭ ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് പറയുന്നു. നമുക്ക് അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്ഥിതിക്ക് ഇങ്ങനെയുള്ള ഇവന്റെയൊക്കെ ഈ അടുത്ത് പോകുമ്പോഴും ഇവന്റെയൊക്കെ സംസാരം, ഇവന്റെ പ്രവൃത്തി കാണുമ്പോഴും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ലേ? ഇവരൊക്കെ എങ്ങോട്ടാ ഇന്റൻഷൻ ലക്ഷ്യം വെക്കുന്നത്? ദൈവാത്മാവ് ഇങ്ങനെയാണോ പറയുന്നത്? നമുക്ക് ഗോവയ്ക്ക് പോകാന്നൊക്കെയാണോ ദൈവാത്മാവ് പറയുന്നത്? അല്ല, ഗോവയ്ക്ക് പോവാന്ന് അല്ല ഇയാള് പറഞ്ഞത്. മറ്റാള് ചോദിച്ചത് ഗോവയിൽ വെച്ച് ഞാൻ ടൂറിന് പോയപ്പോല്ലേ, ഞാൻ ഗോവയിൽ പോയിട്ട് പോലും ഇല്ല. അയാളോട് അത് പറഞ്ഞ ആൾ വേറെ, ഇത് വേറെ.
അത് സനൽ എന്ന് പറഞ്ഞ അയാളുടെ പേരിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്തപ്പോഴാണ് ഇയാള് അവരോട് ചോദിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞത്. കാരണം അവൻ കുറച്ച് പെണ്ണുങ്ങള് കെട്ടിയവന്മാരില്ലാത്ത കുറെ പെണ്ണുങ്ങളെ ഒരു ഗ്യാങ് ആയിട്ട് ഇവൻ കൊണ്ടുവരുന്നുണ്ടായിരുന്നു ചർച്ചിൽ ഈ സനല്. അപ്പൊ അതിന്റെ പേരിൽ ഇയാൾക്ക് സനലിനെ വെറുപ്പിക്കാൻ പറ്റില്ല. ഒരു പരസ്പര സഹായ സഹകരണ സംഘമാണ് നടക്കുന്നത്. അപ്പൊ എന്നിട്ട് ഇയാള് വേറെ ഒരു സിജോ എന്നും പറഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഒരാള് അയാള് മറ്റേ വേറൊരു ആന്റീനെയും കുറിച്ച് അവരുടെ വീട്ടിൽ ഇവൻ താമസിച്ചെന്നൊക്കെ പറഞ്ഞ ഇട്ടേക്കണ മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടൊക്കെ ഇന്നലെ എനിക്ക് വേറൊരാൾ അയച്ചു തന്നെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.